നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുന്ന പിണറായി വിജയൻ്റെ നിലപാട് മുസ്ലിം സമുദായത്തിനിടയിൽ ഇടതുമുന്നണിയോടുണ്ടാക്കിയിരിക്കുന്ന ഒരു അകൽച്ച വ്യക്തമാണ്. ആ അകൽച്ചയിൽ ന്യായീകരിക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിലും സാധാരണ പ്രവർത്തകർക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം സഖാക്കൾക്ക് അല്ലെങ്കിൽ മാപ്പിള സഖാക്കൾക്ക് അവർക്ക് മുസ്ലിം സമുദായാംഗങ്ങളോട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ നീതിശാസ്ത്രം. അതുകൊണ്ട് അവർ ക്യാപ്സ്യൂളുകൾ തേടിയിറങ്ങി. ഒടുവിൽ അവർ ക്യാപ്സ്യൂൾ കണ്ടെത്തി. വെള്ളാപ്പള്ളിക്ക് ബദൽ മറുനാടൻ ഷാജൻ. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ CPM ഹാൻഡിലുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം സഖാക്കൾക്കിടയിൽ അതിശക്തമായി പ്രചരിക്കുന്നത് മറുനാടനെ VD സതീശൻ സംരക്ഷിച്ചു, പിന്തുണച്ചു എന്നതാണ്. അവർ ആവേശത്തോടെ ചോദിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ വർഗീയവാദിയായ മറുനാടനെ ചേർത്ത് പിടിക്കുന്ന VD സതീശനെ മതേതരത്വം പറയാൻ എന്താണ് അവകാശമെന്ന്. സഖാവ് അഡ്വക്കേറ്റ് വൈശാഖ് NV ഇങ്ങനെ എഴുതുന്നു: ഷാജൻ സ്കറിയ എന്നയാളുടെ ക്യാമറ വെച്ചുള്ള പരദൂഷണത്തെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കുന്നവരിൽ സംഖ്യകൾ കഴിഞ്ഞാൽ ലോകത്ത് സതീശൻ ഒരാളെ കാണൂ. ഷാജൻ സ്കറിയ നവമാധ്യമങ്ങളിൽ വായിലൂടെ ശൗച്യം ചെയ്തതിൻ്റെ 10% മതവിദ്വേഷം പറയാൻ വെള്ളാപ്പള്ളിക്ക് ശിഷ്ടജീവിതം പോരാതെ വരും. മനുഷ്യരായാൽ അവരുടെ ചുറ്റുപാടിൽ നിന്ന് കല്ലെറിഞ്ഞോടിക്കാൻ ആഗ്രഹിക്കുന്ന ഷാജൻ സ്കറിയയെ സ്വന്തം വിരുന്നിന് വിളിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, അയാൾക്കെതിരായ നിയമ നടപടികളിൽ അപലപിക്കുന്ന സംഘിതര രാഷ്ട്രീയ നേതാവ് സതീശൻ ഒരാളെ കാണൂ. പിന്നെ സതീശനെ കുറിച്ച് മറ്റു ചില പോസ്റ്റുകളാണ്. വേറൊന്ന് സോഷ്യൽ അവയർനെസ് എന്ന പേരിൽ കമ്മികൾക്ക് വേണ്ടി കുഴലൂത്തുന്ന ഒരു പോസ്റ്റാണ്. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണത്തിൻ്റെ കേരളത്തിലെ തലവനാണ് ഷാജൻ സ്കറിയ. സംഘപരിവാറിൻ്റെ നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ ഷാജനേക്കാൾ പിന്നിലാണ്. ഷാജൻ്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ കോൺഗ്രസോ ലീഗോ ഒന്നും പറഞ്ഞിട്ടില്ല. ദാവൂദ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അതിൻ്റെ പേരിൽ UDFനെ മുസ്ലിം വിരുദ്ധ മുന്നണിയായോ വലത് ഹിന്ദുത്വ എന്ന നറേറ്റീവ് സൃഷ്ടിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, സർക്കാരിൻ്റെ ചെലവിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ ഷാജൻ സ്കറിയെ നോമ്പ് തുറപ്പിച്ചപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അയാളോടൊപ്പം ചെന്നിരിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ട് മാത്രം അയാളുടെ വിദ്വേഷ ജൽപ്പനങ്ങൾ വലതുപക്ഷത്തെ അസ്വസ്ഥരാക്കിയില്ല. വെള്ളാപ്പള്ളിയും വിദ്വേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. വിദ്വേഷം പ്രസംഗിച്ചതിനു ശേഷം രമേശ് ചെന്നിത്തലയും മറ്റു കോൺഗ്രസ് നേതാക്കളും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, ഒരൊറ്റ UDF നേതാവും അയാൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല. എന്നിട്ടും ഒരേ ഒരു തവണ പിണറായിയുടെ കാറിൽ കയറിയതോടെ വെള്ളാപ്പള്ളിയുടെ എല്ലാ കൊള്ളരുതായ്മകളും ഇടതുപക്ഷത്തിന് തലയിലായി. ഇങ്ങനെ പോകുന്നു. ബാക്കി ഞാൻ വായിക്കുന്നില്ല. ദേശാഭിമാനിയുടെ വാർത്ത കിടിലോൽക്കിടലുമാണ്. ഷാജൻ സ്കറിയ മുതൽ ദാവൂദ് വരെ വിദ്വേഷ പ്രചാരകരെ ചേർത്ത് പിടിച്ച് സതീശൻ എന്നാണ് ദേശാഭിമാനി. സമൂഹത്തിൽ ഭിന്നിപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്കുള്ള പിന്തുണ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുസ്ലിം മതവിശ്വാസികൾക്ക് നിരന്തരം വിഷപ്രചരണം നടത്തുന്ന യൂട്യൂബർ ഷാജൻ സ്കറിയ മുതൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ മേധാവി C ദാവൂദിനെ വരെ ചേർത്ത് നിർത്തുകയാണ് സതീശൻ എന്ന് പറഞ്ഞ് ദേശാഭിമാനി ആവേശം കൊള്ളുന്നു. ഫെയ്റൂസ് CH എന്ന് പറയുന്ന സഖാവ് K സുധാകരനും VD സതീശനും ഞാനും കൂടി നിൽക്കുന്ന ഒരു ചിത്രമിട്ടിട്ട് പറയുന്നു, വർഗീയതയ്ക്കെതിരെ പോരാടാൻ പോയപ്പോൾ അവിടെ അതാ നിൽക്കുന്നു ഷാജൻ സ്കറിയ. എന്നിട്ട് എന്ത്? ഉടനെ വാള് താഴെയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുഴിമന്തി കഴിച്ചു. അഡ്വക്കേറ്റ് ഷൈൻ കുമാർ ഇതേ പടം ഇട്ടിട്ട് പറയുന്നു, ആ റോസ് ഷർട്ട് ഇട്ട് ഇളിച്ചു നിൽക്കുന്നവൻ്റെ പേര് ഷാജൻ സ്കറിയ. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ, നടത്തിപ്പുകാരൻ, അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ വയറ്റിപ്പഴുപ്പ്. ഷാജൻ സ്കറിയ ശ്രദ്ധേയമാകുന്നത് അയാൾ വാർത്തകളിലൂടെ ആളുകളെ വ്യക്തിഹത്യ നടത്തിയും ഭീഷണിപ്പെടുത്തിയും പണം കൈക്കലാക്കുന്നത് മാത്രമല്ല, അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന വർഗീയത കൂടി കൊണ്ടാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇയാൾ ചാനലിലൂടെ നിരന്തരം വിദ്വേഷം പടർത്തിയിരുന്നു. ആ ആളെ തൻ്റെ സൽക്കാര പരിപാടിയിൽ പങ്കെടുപ്പിച്ച പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അപ്പോൾ വർഗീയതയോട് പൊരുതി ഒടുവിൽ ആര് ചാകും എന്ന് ബോധ്യമായില്ലേ? ദീർഘകാലമായി എനിക്ക് പരിചയവും അടുപ്പവുമുള്ള ഇപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡോക്ടർ സരീനും വയറ്റിപ്പിടിപ്പിന് വേണ്ടി എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അഭിപ്രായമാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും ചെയർമാനും എന്ന നിലയിൽ ഒരാൾ അവതരിപ്പിക്കേണ്ടത്. ഇവിടെ പക്ഷേ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ അൻവർ മുതൽ ഷാജൻ സ്കറിയ വരെയും ജമാഅത്ത് ഇസ്ലാമി മുതൽ SDP വരെയും കാസ മുതൽ തനി സംഖ്യയെയും കൂട്ടുപിടിച്ചിരിക്കാൻ അയാൾ എന്ന പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രചരണം തുടങ്ങി വെച്ചത് ജാവേദ് മുസ്തഫാവി എന്ന ഒരു സുന്നി നേതാവാണ്. മറുനാടൻ ഷാജൻ സ്കറിയ ഇടയ്ക്കിടെ സൽക്കരിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത VD സതീശന് വെള്ളാപ്പള്ളിയെക്കുറിച്ച് അസ്വസ്ഥനാകുന്നത് എന്ന് അദ്ദേഹം കുറിപ്പിട്ടു. മാതൃഭൂമി ചർച്ചയിൽ ഈ പറയുന്ന മുസ്തഫാവി ഇക്കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. CPMന്റെ കാഞ്ഞ ബുദ്ധി എങ്ങനെയുണ്ട്? ഈ പറയുന്ന ആരെങ്കിലും മറുനാടൻ പറഞ്ഞ ഒരു വിദ്വേഷ വാചകം, മുസ്ലിം വിരോധ വാചകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? കാണിക്കുകയില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. വെള്ളാപ്പള്ളി പറഞ്ഞ ആ മുസ്ലിം വിദ്വേഷത്തിനെതിരെ പ്രതികരിച്ചതിനെ സുഡാപ്പി പട്ടം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. ക്രിസംഖ്യകളും സംഘികളുമൊക്കെ അക്കാര്യത്തിൽ എന്നെ ആഞ്ഞടിച്ചിട്ടുണ്ട്.
മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്, അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വർഗീയ പാർട്ടിയല്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നല്ല അവസ്ഥയ്ക്ക് കാരണം ലീഗാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നേ വരെ ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, ഖുറാനെതിരെ, ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതികരിക്കുന്നതും ശബ്ദിക്കുന്നതുമൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയാണ്, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്കെതിരെയാണ്, പോപ്പുലർ ഫ്രണ്ടിനെയും SDP പോലുള്ള വർഗീയ വിദ്വേഷം പ്രചരിക്കുന്ന സംഘടനകൾക്കെതിരെയാണ്. മീഡിയ വൺ എന്ന ചാനലിൽ ഇരുന്നു കൊണ്ട് നിരന്തരം വിദ്വേഷം തുപ്പുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾക്കെതിരെയാണ്. ഞാൻ ഇന്നേവരെ സമസ്തയ്ക്കെതിരെയോ ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനയ്ക്കെതിരെയോ പറഞ്ഞിട്ടില്ല. അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നേതാക്കളെ വിമർശിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഇന്നേവരെ ഇസ്ലാം എന്ന വിശ്വാസത്തെ ഞാൻ എതിർത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ ഇസ്ലാമിനെ എതിർക്കാത്തത് കൊണ്ട് മാത്രം ഇസ്ലാമിൻ്റെ പേറോളിലുള്ള ആളാണ് എന്ന് പറയുന്നവരുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ബദലായി മുസ്ലിം വിരുദ്ധ ആശയപ്രചാരകനായി എന്നെ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ അഭ്യാസം കയ്യിൽ വെച്ചാൽ മതി. അനേകം തവണ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ, പ്രവാചകനെതിരെ, അള്ളാഹുവിനെതിരെ, ഖുറാനെതിരെ, മതവിശ്വാസത്തിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാക്കോ ചെയ്ത വീഡിയോയോ കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാമെന്ന് എത്രയോ തവണ പറഞ്ഞു. അത് പറയുമ്പോൾ നിങ്ങളൊക്കെ മൗനം പാലിക്കും, നിങ്ങളൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ കുരുപൊട്ടാൻ കാരണം കൃത്യമായി അറിയാം. വർഗീയതയല്ല നിങ്ങളുടെ ഒന്നും വിഷയം. വർഗീയത പറയുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിക്കും. വർഗീയത പറയുന്നിടത്ത് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ആശയം വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും റിലീജിയസ് ഇസ്ലാമിനെയും കൃത്യമായി വേർതിരിച്ച് റിലീജിയസ് ഇസ്ലാമിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ടും. സാധാരണ മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾക്കിടയിൽ പോലും മറുനാടൻ്റെ വാക്കുകൾ സ്വാധീനമുണ്ടാക്കുമ്പോൾ രഹസ്യ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ VD സതീശനും ഞാനും തമ്മിൽ നിൽക്കുന്ന ചിത്രമിട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ ചിലപ്പോൾ പേടിച്ചു പോകുമായിരിക്കും, പണ്ട് രമ്യ ഹരിദാസ് പേടിച്ചതുപോലെ. VD സതീശനെയും രമ്യ ഹരിദാസിനെയും ഒക്കെ പിന്തുണയ്ക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നാളെ ഇവരൊക്കെ എനിക്കെതിരെ നിൽക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ശരി അവരെ പിന്തുണയ്ക്കുകയാണ്. നിങ്ങളെ പേടിച്ച് VD സതീശൻ എന്നെ അകറ്റി നിർത്തിയാൽ, എന്നെ ഇഫ്താർ വിരുന്നിന് വിളിച്ചില്ലെങ്കിൽ, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. VD സതീശൻ അധികാരത്തിൽ വന്നാൽ ഉടൻ എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്ന് കരുതിയല്ല ഞാൻ ഈ പണിക്ക് ഇറങ്ങിയതും ഞാൻ ഈ പണി ചെയ്യുന്നതും. മാത്രമല്ല എന്നോട് അവർ അകലം പാലിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അകലം പാലിച്ചാൽ മാത്രമേ ഇവരുടെയൊക്കെ തോന്നിയാസങ്ങൾ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ കഴിയൂ. അടുപ്പമുള്ളവരുടെ മുഖത്ത് നോക്കി വിമർശിക്കുമ്പോൾ നമ്മുടെ ശൗര്യത്തിനൊരു കുറവ് വരുമല്ലോ. നിങ്ങൾ എന്തെല്ലാം നുണകൾ പ്രചരിപ്പിച്ചാലും, നിങ്ങൾ മറുനാടനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് തടുതപ്പാൻ ശ്രമിച്ചാലും, എന്നെ കേൾക്കുന്ന സാധാരണ മനുഷ്യർക്ക്, മറുനാടനെ ഫോളോ ചെയ്യുന്ന മുസ്ലിം വിശ്വാസികളടക്കമുള്ളവർക്കറിയാം ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന്. അതുകൊണ്ട് എനിക്ക് അല്പം പോലും കൂസലില്ല, വേദനയില്ല. ഈ പ്രതികരണ തൊഴിലാളികൾ എന്നെ ഞെട്ടിച്ചത് ഒരാൾ മാത്രമാണ്, കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ഒരാൾ. ഈ കൂരാച്ചുണ്ട് കുഞ്ഞഹമ്മദ് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളിയുടെ പിന്നാലെ പായുന്നവർ ഇതൊന്നും കാണാതെ പോവരുത്. AKG സെന്ററിൽ ക്യാപ്സ്യൂളായി സകല പാർട്ടി പ്രവർത്തകർക്കും പോയപ്പോൾ കുഞ്ഞഹമ്മദും ഇട്ടതാണ്. പക്ഷേ കുഞ്ഞഹമ്മദിനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കുഞ്ഞഹമ്മദ് പപ്പ വെക്കുന്നു. കാരണം ഈ കുഞ്ഞഹമ്മദും ഞാനും തമ്മിൽ പരിചയമുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ട്രഷററോ സെക്രട്ടറിയോ മറ്റോ ആണ് അദ്ദേഹം. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ ഇറങ്ങിയപ്പോൾ ആരും അവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നെ കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഫണ്ട് കിട്ടുന്നു. കുഞ്ഞഹമ്മദ് മനം നിറഞ്ഞ് മറുനാടനെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. മറുനാടനാണ് ശരി എന്ന് കുഞ്ഞഹമ്മദ് പലതവണ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കുഞ്ഞഹമ്മദ് വിളിച്ചപ്പോൾ പറഞ്ഞത് കേൾക്കുക. അപ്പം ഇത് കുഴപ്പമില്ല, ഞങ്ങളുടെ സപ്പോർട്ട് സ്വാഭാവികമായിട്ടും ലോകമെമ്പാടും ഞങ്ങൾക്ക് പ്രേക്ഷകരുണ്ടല്ലോ. വളരെ വളരെ നന്ദിയുണ്ട് സാറേ. ഈ കാര്യം ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് നിങ്ങളുടെ വീഡിയോ വരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ആ വീഡിയോ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നായിരുന്നു. നിങ്ങൾ റിപ്പോർട്ടറാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. മറ്റു കാര്യങ്ങൾ വളരെ സത്യസന്ധമായി നമ്മൾ അവതരിപ്പിച്ചു. പിന്നീടാണ് അത് റെക്കോർഡ് ചെയ്തെന്നുകൊണ്ട് പറഞ്ഞത്. വളരെ സന്തോഷം. ഞാൻ ലണ്ടനിലായിരുന്നു, അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരാളെ ഏൽപ്പിച്ചതാണ്, എന്റെ റിപ്പോർട്ടർ ഏൽപ്പിച്ചത്. ആ വീഡിയോ ഈ മിഷന് നന്നായിട്ട് ഗുണം അതിന് പ്രത്യേക നന്ദി അറിയിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ചെറിയ പേയ്മെന്റിന് ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോഴല്ലേ ഇത് പറഞ്ഞത്. ഇത് നമ്മുടെ വാർത്ത വന്നിട്ടാ തന്നെ ആളുകൾ പലരും പറഞ്ഞു കാണുമല്ലോ നമ്മുടെ ഇതാണുള്ളത്. തീർച്ചയായിട്ടും പല ആളുകളും ഞങ്ങൾ ഈ പേയ്മെന്റ് തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ എന്നെ വിളിച്ചു. നിങ്ങളെ വീഡിയോയിൽ എന്റെ നമ്പർ ഉള്ളത് കൊണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 10,000-ഓളം കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു, അവരെല്ലാം ഇങ്ങനെ ഈ കാര്യം നിങ്ങൾ ആരാണ്, എന്താണ്, ഇത് നേരാണോ എന്നൊക്കെ ചോദിക്കുകയും അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുക. ഇന്ന് രാവിലെയും മറുപടി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞഹമ്മദ് പറയുന്നത് കുഞ്ഞഹമ്മദിന് ഞാനൊരു വർഗീയവാദിയാണെന്ന് ഒരു വിശ്വാസമില്ലെന്നാണ്. പക്ഷേ കുഞ്ഞഹമ്മദ് ഇത് പോസ്റ്റ് ഇട്ടു.
ഇതാണ് മറുനാടിനെ വർഗീയവാദിയാക്കി പ്രചരിപ്പിക്കുന്ന സകലരുടെയും അവസ്ഥ. അവർക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പറയാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. ആരെയൊക്കെയോ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർ പറയട്ടെ. കുഞ്ഞാമതിനോട് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. ഹലോ, നമസ്കാരം കുഞ്ഞമ്മദേ. നമസ്കാരം സാർ. എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഞാൻ പൂരാറ്റുണ്ടിലെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ 3 ദിവസം ടെസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞു. ഇന്നലെ എന്താ ഗബ്രിയോ ഒക്കെ പാടിയ ദിവസമാണ്. 2 മണിക്ക് തിരിച്ചു വരുമ്പോ കുറഞ്ഞത് രാവിലെ നിങ്ങൾ വിളിച്ചു ഏറെക്കല്ലേ. എനിക്ക് ആ ഒരു സന്ദേശം എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ട്? പിന്നെ എന്താ അങ്ങനെ പോസ്റ്റ്? ഇല്ല, അങ്ങനെ ഞാനങ്ങനെ നിങ്ങളെ വർഗീയത, അതായത് ഓരോരുത്തരെയും ഇപ്പൊ ഈ വെള്ളാപ്പള്ളിയെ വണ്ടി കയറ്റിയതാണല്ലോ ഈ പിണറായിക്കെതിരായിട്ട് പറയുന്ന കാര്യം. അത്രയും പ്രായമുള്ള ഒരു സാമുദായിക നേതാവിനെ വണ്ടി കയറ്റിയത് ഒരു വലിയ അബദ്ധമായിട്ടല്ലേ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഇപ്പോ ഓരോ വ്യക്തികളെ, ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാള് ഒരാളെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ ഒത്തു കെട്ടിപ്പിടിച്ചോ അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അതൊരു വർഗീയ ശക്തിയെ വളം വെച്ചു കൊടുക്കലാണെന്നൊക്കെയുള്ള, അതിനല്ലാതെ നിങ്ങളൊരു വർഗീയവാദിയായിട്ടോ ആഖ്യാനിച്ചോ ഞാൻ അതിലൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങൾക്കറിയാലോ എന്റെ ടെസ്റ്റ് സാർ എന്റെ പോസ്റ്റ് കാണുന്ന ആളല്ലേ, ഞാൻ വിവരമായിട്ട് വിശദീകരിച്ച് എന്റെ പോസ്റ്റ് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ ഒറ്റ കണ്ടന്റിന്റെ പറഞ്ഞുള്ളൂ. ഇങ്ങനെ വെള്ളാപ്പള്ളിയെ കുറ്റം പറയുന്ന ആളുകൾ ഇതിനെ പറ്റൊന്നും പറഞ്ഞത് എന്നാൽ നിങ്ങൾ വർഗീയവാദിയാക്കിക്കൊണ്ടല്ല സംഗതി. കാരണം വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അല്ലല്ല, ഞാൻ 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അതായത് ഒന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് പക്ക വർഗീയതയാണ്. വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് വൃത്തികേട് പറയുന്നു, നിരന്തരമേ വർഗീയത പറയുന്നു. ആ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ പിന്നാലെ കണിച്ചകുളങ്ങരെ ചെന്ന് പിണറായി വിജയൻ അദ്ദേഹത്തെ മഹാനായ മതേതരത്തിന്റെ വക്താവ് നിലയിൽ ആദരിച്ചു എന്നുള്ളതാണല്ലോ സതീശൻ പറഞ്ഞൊരു വിഷയം. അത് ഒരു SNDPയുടെ ഇപ്പൊ എന്തൊക്കെ അയാൾ പറഞ്ഞാലും SNDP പോലെയുള്ള ഒരു വലിയ സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. അത് തന്നെയല്ല നമ്മൾ പിണറായിയുടെ പാർട്ടിയും ഉദ്ദേശിക്കുന്നത് ശരിക്കും. കാരണം അദ്ദേഹത്തെ കൂടുതൽ വർഗീയവാദിയായി പ്രഖ്യാപിച്ച് ഒരു RSS സംഘപരിവാരത്തിന് വളം വെക്കുന്ന ഒരിടത്തേക്ക് അയാൾ തള്ളിവിടണ്ട എന്നുള്ളത് തന്നെയാണ് അതിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സ്ട്രാറ്റജി. ഒരാളെ തള്ളി സംഗതി അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ തനി വർഗീയത ഉണ്ട്. ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്ത ആളാണ്. അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയെ കൂടുതൽ അയാളെ CPM ആക്രമിക്കുകയും. അല്ല, അങ്ങനെയാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇല്ലാത്ത കഥ പറഞ്ഞ് ഞാൻ സംഘപരിവാരനാകുന്ന അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ BJP-കാരനല്ല. പക്ഷെ ഞാൻ എന്നെങ്കിലും ഞാൻ അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഖുറാനെയോ ഇസ്ലാം മതത്തെ തള്ളി പറഞ്ഞേ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഞാൻ നിങ്ങൾക്കുള്ള ഇടതുപക്ഷത്തിന്റെ എതിർപ്പിന്റെ കുന്തമാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പിണറായി വിരുദ്ധനായിട്ട് സ്വയം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് അറിയപ്പെടുക. അല്ല, അതവിടെ നിൽക്കട്ടെ, പിണറായി വിരുദ്ധൻ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇവർ വെള്ളാപ്പള്ളിയേക്കാൾ മോശക്കാരനാണ് ഞാൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയ പ്രചരിക്കുമ്പോൾ എന്നെ പരിചയമുള്ളയാൾ എവിടെയെങ്കിലും പറയും. ഞാൻ ഇന്നേ വരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, അതായത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയും, മീഡിയ വണ്ണിനെതിരെ പറയും. അത്തരത്തിൽ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം, ഞാൻ ഒരിക്കലും റിലീജിയസ് ഇസ്ലാം എന്നിട്ട്. പക്ഷെ ഞാനാണ് വെള്ളാപ്പള്ളിയേക്കാൾ വലിയ വർഗീയവാദി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് മോശമല്ലേ എന്ന് എന്റെ ചോദ്യം. അത് എനിക്ക് വളരെ വിഷമമുണ്ട്. അല്ല, അതിൽ ഞാൻ അങ്ങനെ ഒന്നും എഴുതില്ലല്ലോ. അല്ല, അതല്ലേ എന്റെ അർത്ഥം. അല്ല, അത് അങ്ങനെ ഒരു അർത്ഥം സാറേ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ഇന്നേ വരെ ഒരു സംഗതിയും നിങ്ങളുടെ ഞാൻ എന്റെ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മളുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർത്തിയ സ്ഥാനത്തെ പറ്റിയും നല്ലതല്ലാതെ ഒരിടത്തും ഈ സമയം പോലും ഞാനത്. പക്ഷേ ഈ പോസ്റ്റ് കാണുമ്പോൾ വെള്ളാപ്പള്ളിയേക്കാൾ വലിയ വർഗീയത മുസ്ലിം വിരോധം പറയുന്ന ആളാണ് ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അതാണല്ലോ ആ സഖാക്കൾ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ കുറ്റം പറഞ്ഞ എന്തിനാണ് ഇത് അയാളുമായിട്ട് ഷാജസ്കറിയ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും വലിയ ഞാൻ ഇന്നേ വരെ എന്റെ ചോദ്യം ഇത്രയുള്ളൂ. ഞാൻ വെല്ലുവിളിച്ചു പലരോടും. ഞാനതില് എനിക്ക് പിന്നെ വേറൊരു ഫോട്ടോ കിട്ടിയത് ഒറിജിനാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഏഴിന്റെ കാലത്ത് നിങ്ങൾ ശരിക്കും പിന്നെ VD സതീശനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ഞാനത് ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാനത് പോലും പോസ്റ്റ് ചെയ്യാൻ VD സതീശനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഒന്നുമില്ല. ഞാൻ ഇഫ്താർ വിരുന്നിന് വിളിച്ചു. അതെല്ലാം ആണ്. അത് സാറിന് ഞാൻ വാട്സപ്പ് ഇട്ടില്ല. അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ ഒരു വർഗീയത ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ഇന്നേ വരെ ഒരു വർഗീയത ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും. ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയാണ്, ക്രിസ്ത്യൻ വിശ്വാസിയാണ്.
അപ്പൊ ലോകത്ത് ആർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അധികാരമുണ്ട്, എല്ലാ മതവും ഒരുപോലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങതെടുത്ത് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ അന്തം കമ്മികൾ പറയേണ്ട അവന്മാർക്ക് ബുദ്ധിയില്ലാത്തവരാണ്. അങ്ങ് ഒരു പൊതുപ്രവർത്തനായിരിക്കും ഇത് പറഞ്ഞത് മോശമായി എന്ന് പറയാൻ വിളിച്ചെന്നുള്ളൂ. ഓക്കെ, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശരി ശരി. താങ്ക് യു സാർ.